വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത റോഷിപാൽ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നുണ്ട്. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ആലപ്പുഴയിലെ ഗൺമാൻമാരുടെ മർദ്ദന കേസ് അട്ടിമറിച്ചെന്ന പരാതിയിൽ ADGP MR അജിത് കുമാറിൽ നിന്ന് വിശദീകരണം തേടാൻ DGP. SIT റിപ്പോർട്ടിൽ വ്യക്തത ലഭിച്ചു. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ നടപടിയിലേക്ക് കടക്കുന്നു. വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. അജിത് കുമാറിന് DGP ഇന്ന് നോട്ടീസ് നൽകും. 2 ദിവസത്തിനകം, അതായത് ഇന്ന് 17-ാം തീയതി, 17, അപ്പോൾ 18, 19-ാം തീയതിക്ക് മുമ്പ് MR അജിത് കുമാർ വിശദീകരണം നൽകണം. വിശദീകരണം ലഭിച്ചാൽ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറിക്ക് 19-ാം തീയതി തന്നെ കൈമാറും. അജിത് കുമാറിന്റെ സ്ഥാനക്കയറ്റം ചർച്ച ചെയ്യാൻ ഈ മാസം 20-നാണ് സ്ക്രീനിംഗ് കമ്മിറ്റി ചേരുക. അപ്പോൾ 20-ാം തീയതി നടക്കുന്ന സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് തൊട്ട് മുമ്പ് MR അജിത് കുമാറിന് ഒരു നോട്ടീസ് കൊടുത്ത് MR അജിത് കുമാർ പറയുന്നത് കേട്ട് റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറിക്ക് കൊടുക്കും. ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിലാണ് യോഗം. അജിത് കുമാറിന്റെ സ്ഥാനക്കയറ്റത്തിൽ അന്വേഷണ റിപ്പോർട്ട് നിർണായകമാകും. റോഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷി, വെരി ഗുഡ് മോർണിംഗ് റോഷി. ഒരിക്കൽ കൂടി, അപ്പോൾ ഈ MR അജിത് കുമാർ വിഷയം വീണ്ടും പൊതുസമൂഹത്തിലേക്ക് വരികയാണ്. ചുരുക്കത്തിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ചോദ്യം ഇതാണ്: 20-ാം തീയതി സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് മുമ്പ് MR അജിത് കുമാറിന് എതിരായ ഒരു റിപ്പോർട്ട് സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ മുന്നിലേക്ക് എത്തുമോ? ആഭ്യന്തര സെക്രട്ടറിക്കും ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും മുന്നിൽ എത്തുമോ? അങ്ങനെ എത്തിയില്ലെങ്കിൽ സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് സ്ഥാനക്കയറ്റം തടയാൻ കഴിയില്ല. അപ്പോൾ 20-ാം തീയതിക്ക് മുമ്പ് റിപ്പോർട്ട് MR അജിത് കുമാറിന്റെ വിശദീകരണ സഹിതം DGPക്കും ആഭ്യന്തര സെക്രട്ടറിക്കും ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും ലഭ്യമാക്കാൻ വേണ്ടിയുള്ള നീക്കമാണോ ഇപ്പോൾ നടക്കുന്നത്? എന്താണ് സാധ്യതകൾ റോഷിപാൽ? റോഷിപാൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ പ്രധാനപ്പെട്ട വിവരമാണ് പ്രേക്ഷകർക്ക്. അപ്പോൾ റോഷി, എന്തൊക്കെ സാധ്യതകളാണ് മുന്നിലുള്ളത്? 20-ാം തീയതിയാണ് നിർണായകമായ സ്ക്രീനിംഗ് കമ്മിറ്റി. ആ സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് മുമ്പ് റിപ്പോർട്ട് എത്തിയില്ലെങ്കിൽ ADGPയുടെ സ്ഥാനക്കയറ്റം സാധ്യമാണ്. ADGP DGP ആവും. DGP ആയാൽ വലിയ രാഷ്ട്രീയ വിവാദം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അത് തടയിടാൻ വേണ്ടി 20-ാം തീയതിക്ക് മുമ്പ് തന്നെ റിപ്പോർട്ട് MR അജിത് കുമാറിന്റെ വിശദീകരണ സഹിതം ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്ക് കിട്ടുമോ? അരുൺകുമാർ, അത് പ്രധാനമാണ്. കാരണം ഈ സ്ക്രീനിംഗ് കമ്മിറ്റി ചേരുമ്പോൾ അവിടെ അതിനു മുമ്പ് DGP റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറിക്ക് നൽകിയില്ലെങ്കിൽ, സസ്പെൻഷൻ MR അജിത് കുമാറിനെതിരെ ഉണ്ടായില്ലെങ്കിൽ സ്വാഭാവികമായും MR അജിത് കുമാറിന് സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. MR അജിത് കുമാർ DGP പദവിയിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്യും. ഇനി 3 ദിവസം മാത്രമാണ് സർക്കാരിന് മുന്നിലുള്ളത്. അതുകൊണ്ട് DGP ഇന്ന് തന്നെ MR അജിത് കുമാറിനോട് വിശദീകരണം തേടും. ഇത് സംബന്ധിച്ച് നോട്ടീസ് നൽകും. 2 ദിവസത്തിനകം ADGP നേരിട്ട് DGPക്ക് മുന്നിൽ ഹാജരായി വിശദീകരണം നൽകേണ്ടി വരും. ആ വിശദീകരണം ലഭിച്ചാൽ തൊട്ടു പിന്നാലെ തന്നെ ആഭ്യന്തര സെക്രട്ടറിക്ക് നടപടി ശുപാർശ നൽകാനാണ് സാധ്യത. അങ്ങനെ ഒരു ശുപാർശ കത്ത് DGP റവാഡ ചന്ദ്രശേഖർ ആഭ്യന്തര സെക്രട്ടറിക്ക് നൽകിയാൽ പിന്നീട് വെച്ച് താമസിപ്പിക്കില്ല, തൊട്ടു പിന്നാലെ സസ്പെൻഷൻ ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നിലപാട് ഒരു കാരണവശാലും MR അജിത് കുമാറിനെ സംരക്ഷിക്കേണ്ടതില്ലെന്നാണ്. പക്ഷേ റിപ്പോർട്ട് വൈകിയാൽ സ്വാഭാവികമായും ഈ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ മറ്റ് തടസ്സങ്ങളൊന്നുമില്ലാത്ത സാഹചര്യത്തിൽ DGP പദവിയിലേക്ക് MR അജിത് കുമാർ ഉയർത്തപ്പെട്ടാൽ അത് കോൺഗ്രസിലും UDFിലും വലിയ പൊട്ടിത്തെറിക്ക് വഴിയൊരുക്കും. കാരണം ആലപ്പുഴയിലെ ഗൺമാൻമാരുടെ മർദ്ദനത്തിനോ അപ്പുറത്തേക്ക് തൃശ്ശൂരിൽ പൂരം കലക്കിയ വിഷയമുണ്ട്. അതിനൊപ്പം തന്നെ RSSന്റെ നേതാക്കളുമായി MR അജിത് കുമാർ നടത്തിയ കൂടിക്കാഴ്ച വിവാദമുണ്ട്. അങ്ങനെ വിവിധ വിവാദങ്ങളിലെ നായകൻ കൂടിയായ MR അജിത് കുമാറിനെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ MR അജിത് കുമാറിനെ UDF സർക്കാർ സംരക്ഷിച്ചു എന്ന വാദമായിരിക്കും ഉയരുക. അത് മുസ്ലിം ലീഗിന് പോലും കടുത്ത പ്രതിസന്ധി ഉണ്ടാക്കും. അതുകൊണ്ടൊരു രാഷ്ട്രീയ തീരുമാനം ഇക്കാര്യത്തിൽ സർക്കാർ എടുക്കേണ്ടി വരും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വിശദീകരണം തേടുക, തുടർ നടപടികളിലേക്ക് പോവുക. അതുകൊണ്ട് ചുരുങ്ങിയ സമയത്തിനകം ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. വലിയ വെല്ലുവിളിയാണ്. അതല്ലെങ്കിൽ സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ വിശദീകരണം തേടാനുള്ള സാവകാശം തേടേണ്ടി വരും. തൽക്കാലത്തേക്ക് ഈ മാറ്റിവെക്കേണ്ടി വരും. അതിന്റെ നടപടിക്രമങ്ങൾ മാറ്റിവെക്കേണ്ടി വരും. അങ്ങനെയുള്ള ഒരു സാധ്യതയുണ്ട്. അവിടെ DGP റവാഡ ചന്ദ്രശേഖരന്റെ നിലപാടാണ് നിർണായകമാവുക. ഏതായാലും നടപടിക്രമങ്ങളൊക്കെ അന്തിമഘട്ടത്തിലേക്കാണ്. കാരണം ഇന്നലെ രാത്രിയോടെയാണ് SIT DGPയുടെ വിശദീകരണം തേടിയതിന് മറുപടി നൽകിയത്. ഇപ്പോൾ വ്യക്തമായ ഒരു റിപ്പോർട്ടാണ് DGPയുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് ഇനി നടപടിയിലേക്ക് കടക്കേണ്ടി വരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ, താങ്ക് യു. റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 20-ാം തീയതിക്ക് മുമ്പ് റിപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ ADGP MR അജിത് കുമാറിനെ DGP ആക്കേണ്ടി വരും. അങ്ങനെ DGP ആക്കിയാൽ വരുന്ന ആദ്യത്തെ വിമർശനം ആരുടെ ഭാഗത്തു നിന്നായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കൂ അല്ലേ. സംഘപരിവാറുമായി അടുത്ത ബന്ധമുണ്ടെന്നും പിണറായി വിജയന് വേണ്ടി ദത്താത്രേയ ഹൊസബളയെ കണ്ടുവെന്നും വിമർശനം ഉന്നയിച്ച് CPM പ്രതിരോധത്തിലാക്കി UDF തന്നെ MR അജിത് കുമാറിന് സ്ഥാനക്കയറ്റം കൊടുത്താൽ
സ്വാഭാവികമായിട്ടും എന്തായിരിക്കും? നോക്കൂ, പിണറായി വിജയന്റെ കാലത്ത് പോലും അത് നടന്നിട്ടില്ല എന്നുള്ളതാണ്. പിണറായി വിജയന്റെ കാലത്ത് പോലും DGP ആയിട്ട് സ്ഥാനക്കയറ്റം കിട്ടിയിട്ടില്ല. രവാഡ ചന്ദ്രശേഖരനെ പോലെ സംസ്ഥാനത്തിന്റെ പോലീസ് അധികാരിയായി MR അജിത്കുമാറിനെ മാറ്റിയിട്ട് ലോ ആൻഡ് ഓർഡറിൽ എടുത്ത് മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ UDF സർക്കാർ വന്ന് DGP സ്ഥാനക്കയറ്റം കൊടുത്താലോ? സംഭവം സാങ്കേതികമാണെങ്കിലും കാര്യം രാഷ്ട്രീയമാണ്.